സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ 5ാമത്തെ എപ്പിസോഡാണ് ഇത്. 4 എപ്പിസോഡും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വിഭവങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയെന്ന് കരുതുന്നു. ഉണ്ടാക്കാത്തൊരു ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഓഗസ്റ്റ് 5 5ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഉണ്ടാക്കുന്ന പാവയ്ക്കത്തിയിലാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ. തീയലിന് വേണ്ടി നമ്മൾ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. വെള്ളം വറ്റി വന്നപ്പോൾ നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ നമ്മൾ നല്ലപോലെ ചുമന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഇനി അരപ്പുകൾ ചേർക്കാം. പൊടികൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇത് മൂന്നും നമുക്ക് തേങ്ങയുടെ കൂടെ ഇട്ട് മൂപ്പിക്കാം. മൂത്തിട്ടുണ്ട്. നമുക്കിതിനൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഈ ചീനിച്ചട്ടിയിലോട്ട് തന്നെ നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിക്കാമേ. ചീനിച്ചട്ടി ഇങ്ങനെ ഇച്ചിരി കറുത്തിരിക്കുമ്പോൾ ഒന്നും വിചാരിക്കട്ടെ, നമ്മൾ തേങ്ങ വറുത്ത ചീനിച്ചട്ടിയല്ലേ, ഇത് നമുക്ക് ഉപയോഗിക്കാം. മാറ്റമൊന്നും വേണ്ട പാത്രം. നമ്മളെന്നേ പാവയ്ക്കത്തിയിലാണല്ലോ വെക്കാൻ പോകുന്നത്. അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് എടുത്തു വെച്ചേക്കുന്നത് നോക്കിയാൽ, ചുമന്നുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്, എരിവുള്ള 2 പച്ചമുളക്, പാവയ്ക്ക, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, ഇത്ര നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിതിനകത്തോട്ട് എണ്ണ ചൂടായപ്പോൾ നമുക്കിതിനകത്തോട്ട് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. പാവയ്ക്ക് ശകലം ഒന്ന് മൂത്തതിന് ശേഷമേ ബാക്കി ഇട്ട് കൊടുക്കാവൂ. പാവയ്ക്ക് നമ്മുടെ ഇന്ന് എളുപ്പം ഒന്ന് ഫ്രൈ ആവട്ടെ. ഫ്രൈ അല്ല, ഒന്ന് പച്ചയൊക്കെ മാറി പാവയ്ക്കയുടെ കളർ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, പച്ചമുളകും, കറിവേപ്പിലൂടെ ചേർക്കാം. ഈ ഉള്ളിയും പാവയ്ക്കയും തേങ്ങാക്കൊത്തും കൂടെ ഇവിടെ കിടന്ന് വാടുമ്പോഴത്തേനും നമുക്ക് ഇതിന് വേണ്ടി അരപ്പ് തയ്യാറാക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് അരപ്പിടാം. ഇതങ്ങോട്ട് തേങ്ങ എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മളിവിടെ വറുത്ത് വെച്ചിരുന്ന തേങ്ങ എല്ലാം തണുത്തിട്ടുണ്ടേ. നമുക്കിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. ചുമന്നുള്ളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ടേ. നമ്മളിതിനകത്തേക്ക് പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാം. ഇത് നമുക്ക് ഇച്ചിരി പുളിവെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് വെച്ച് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം പാവയ്ക്ക. ഈ സമയത്ത് നമുക്ക് അതിനകത്തോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വേണം നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം. ഈ പാവയ്ക്കകത്തോട്ടെ ഈ പുളിയും ഉപ്പും ഒന്ന് പിടിക്കട്ടെ. നമുക്ക് അതുവരെ ഒന്ന് അടച്ചു വെക്കാം. പുളിവെള്ളത്തിൽ ഇതെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിനകത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിന് തിളച്ച് കുറുകി വരട്ടെ. നമ്മുടെ തീയലേ എല്ലാം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ശകലം ശർക്കര ചേർക്കാം. പാവയ്ക്ക തീയലെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അങ്ങോട്ട് വാങ്ങി വെക്കാം. വാങ്ങി നമ്മൾ കടുവൊക്കെ വറുക്കുമ്പോഴത്തേന് ഇതൊന്നുകൂടെ കുറുകും. ഇലക്കകത്ത് വിളമ്പനൊക്കെ പരുവാകും. കണ്ടോ, ഇത് നമുക്ക് കടുവ വറുത്ത് ഒഴിക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാമേ. നമുക്ക് ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനകത്തോട്ട് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് കടുക് വറുത്ത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാവയ്ക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി റെഡിയാക്കി നോക്കണം. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് ഓരോ ദിവസം ചെയ്യാനുള്ള പ്രചോദനം. അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.